അടിമുടി തട്ടിപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയെന്നതിന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രമുഖർക്കൊപ്പമുള്ള ഫോട്ടോ ഉപയോഗിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്തി. മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും മറ്റ് പ്രമുഖർക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. ശബരിമലയിൽ പോലീസിന് ഭീമ ജ്വല്ലറിയിൽ നിന്ന് വാഹനം വാങ്ങി നൽകാൻ ഇടനില നിന്നതും പോറ്റിയാണ്. ശബരിമലയിലെ നെയ്യഭിഷേകത്തിലും പണപ്പിരിവ് നടത്തിയതിന് തെളിവുകളുണ്ട്. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ കോടതി ഇടപെടലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകളാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകളാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ അതിനും അധികം തുക കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം 2020 മുതൽ 2025 വരെയുള്ള ഭൂമി ഇടപാടുകളാണ് നിലവിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകളാണ് ഈ 30 കോടിയിലധികം രൂപ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്രയും രൂപയുടെ ഭൂമി ഇടപാടുകൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലുമാണ് ഇയാൾ പ്രധാനമായിട്ടും ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ കാര്യമെടുത്താൽ അന്തിയൂർക്കോണം, നാലാഞ്ചിറ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇയാൾക്ക് ഭൂമിയുണ്ട്. മണ്ണന്തല സ്റ്റേഷൻ പരിധിയിൽ 1,30,00,000 രൂപയുടെ ഒരു വസ്തു ഇയാൾ വാങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്രിമിനൽ കേസ്, അതായത് ഒരു കാർ കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് മണ്ണന്തല പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുണ്ട്. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകര കോടതിയിൽ ഒരു സ്വകാര്യ അന്യായവും ഇയാൾക്കെതിരെ ഫയൽ ചെയ്തിട്ടുണ്ട്. അതും അവസാനിച്ചിട്ടില്ല, അവിടെ തന്നെയുണ്ട്. ഇപ്പോൾ നിലവിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലുകൾ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും മറ്റു ചില കാര്യങ്ങൾ കൂടി അവർ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നെയ്യഭിഷേകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചില കണ്ടെത്തലുകൾ. അതായത് നെയ്ത്തേങ്ങകൾ സമാഹരിച്ചുകൊണ്ട് ഈ ഭക്തരിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട് ശബരിമലയിൽ എത്തിക്കുക, അവിടെ നെയ്യഭിഷേകം നടത്തി ആ പ്രസാദം വിതരണം ചെയ്യുക. ഇതുവഴി ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. അതായത് സാധാരണ ഇരുമുടിക്കെട്ടിലാണ് ഈ നെയ്ത്തേങ്ങകൾ കൊണ്ടുവരാറുള്ളത്. പക്ഷെ അതല്ലാതെ പല സ്ഥലങ്ങളിൽ നിന്നായി അത് ശേഖരിച്ചുകൊണ്ട് ട്രാക്ടറുകളിൽ കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവാറില്ലാത്തതാണ്. പക്ഷേ ഇയാൾ അത്തരത്തിൽ ചെയ്തു. അതുകൊണ്ട് 2023 ദേവസ്വം ബോർഡ് ഈ നടപടി വിലക്കിയിട്ടുമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനോടൊപ്പമാണ് ഇയാളുടെ ചില ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ആ ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ്. അത് പോലീസിന് വേണ്ടി, സംസ്ഥാന പോലീസിന് വേണ്ടി ഒരു വാഹനം വാങ്ങുന്നതിന് ഇടനില നിന്നതായിട്ടുള്ള ഒരു തെളിവ് കൂടിയാണത്. അതായത് ഇടനില നിന്നു എന്ന് പറയുമ്പോൾ പോലീസിന് ശബരിമലയിൽ ഉപയോഗിക്കാനായി ഒരു ഗൂർഖ ജീപ്പ്, അതായത് ഓഫ് റോഡ് ഗൂർഖ ജീപ്പ് വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താക്കോൽ ദാന ചടങ്ങാണ് മുഖ്യമന്ത്രിക്കൊപ്പം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനാണ് താക്കോൽ നൽകിയിരിക്കുന്നത്, താക്കോൽ കൈമാറിയിരിക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുംബസമേതം എത്തിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റ് വളപ്പിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ടു മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു താക്കോൽ കൈമാറ്റം നടന്നിരിക്കുന്നത്. ആ ചടങ്ങിൽ പങ്കെടുത്ത മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറാണ്. 1 മാസം മുൻപ് നടന്ന ചടങ്ങാണ്. അന്ന് റവാഡ ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുത്തിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹവും ആ ചടങ്ങിലുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്. ഇദ്ദേഹം കുടുംബസമേതം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുംബസമേതമാണ് അവിടെ എത്തിയിട്ടുള്ളത്. മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നേ ദിവസം തന്നെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി നേരെ പോലീസ് ആസ്ഥാനത്തേക്ക് പോവുകയാണ് ചെയ്തത്. പോലീസ് ആസ്ഥാനത്തിന്റെ ചുമതലയുള്ള ADGP S. ശ്രീജിത്തിന്റെ ഓഫീസിലേക്ക് നേരിട്ട് ചെന്നുകൊണ്ട് അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. അദ്ദേഹത്തോടൊപ്പം എത്തിയാണ് ഈ ഇത്തരത്തിലൊരു പൊന്നാട അണിയിക്കൽ ചടങ്ങ് കൂടി അവിടെ നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഉന്നതരുമായിട്ടുള്ള ചിത്രങ്ങൾ, അവരുമായിട്ടുള്ള ബന്ധം കാണിക്കുന്നതിനായിക്കൊണ്ട് തട്ടിപ്പ് നടത്താൻ വേണ്ടി ഇയാൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കൊപ്പമുള്ളത്, പോലീസ് മേധാവിക്കൊപ്പമുള്ളത്, ADGPക്കൊപ്പമുള്ളത്, മറ്റു ചില ചിത്രങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജയറാമിനോടൊപ്പം പൂജ ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഇയാൾ പല രീതിയിൽ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമലയിൽ പോലീസ് ഉപയോഗിക്കുന്ന ഗൂർഖ ജീപ്പുകളിൽ ഒന്ന് ഇയാൾ ഭീമ ജ്വല്ലറിയെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ചതാണ്. അത് മുഖ്യമന്ത്രി നേരിട്ട് അതിന്റെ താക്കോൽ വാങ്ങിയിട്ടുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം. ഈ കഴിഞ്ഞ ഒരു മാസം മുൻപ് നടന്ന സംഭവമാണ് എന്ന് പറയുമ്പോൾ തന്നെ അന്ന് ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളോ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളോ ഇയാൾക്കെതിരെയായി ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം അത്തരത്തിലൊരു
വിവാദ നായകനാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും തട്ടിപ്പുകൾ ഇയാൾക്കെതിരെ അല്ലെങ്കിൽ ആരോപണം ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും കേരളത്തിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന് അറിയാമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ എത്തിക്കൊണ്ട് അത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അയാൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടൊപ്പമാണ് മറ്റ് തട്ടിപ്പുകൾ കൂടി എന്തായാലും രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച ചില കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൂടാതെ നെയ്ത്തേങ്ങയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപ പണപ്പിരിവ് നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ചില്ലറ ഇടപാടുകളൊന്നുമല്ല അയാൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഈ മണ്ണന്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കേസ് എന്ന് പറയുന്നത് ഒരാൾ ആ സ്ഥലം വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഇറങ്ങാൻ തയ്യാറാകാതിരുന്നപ്പോൾ അവിടെ കടന്നു കയറിക്കൊണ്ട് ആ വീട്ടുമുറ്റത്ത് കിടന്ന കാർ കത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ളതാണ് കേസ്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസ് എടുത്തിരുന്നു. പക്ഷേ ഇയാളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് തൽക്കാലം കേസ് മാറ്റിവെക്കുകയായിരുന്നു ഉണ്ടായത്. പിന്നീട് ആ ഫയൽ റീഓപ്പൺ ചെയ്തിട്ടില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതുകൂടാതെയാണ് നെയ്യാറ്റിൻകര കോടതിയിലും ഒരു കേസുള്ളത്. അപ്പോൾ ഇയാൾ നിരന്തരം ഇത്തരത്തിലുള്ള കൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണെന്നും ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് ഭൂമി ഇടപാടുകൾ നടത്തി വരുന്ന ആളാണ് എന്നുമുള്ള വിവരങ്ങൾ നിലവിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അന്വേഷണത്തിന് കാരണമായേക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഒരുപക്ഷെ മറ്റ് ഏജൻസിക്ക് കൈമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു ആവശ്യം ദേവസ്വം ബോർഡ് മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ആ ദേവസ്വം ബോർഡിന്റെ ആവശ്യം എന്ന് പറയുന്നത് നിലവിൽ ദേവസ്വം വിജിലൻസ് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവരുടെ അധികാര പരിധി എന്ന് പറയുന്നതിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി വിശാലമായി ഏതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘമോ ഈ വിവരങ്ങൾ ഈ കേസ് പരിശോധിക്കണം, അന്വേഷിക്കണം എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് സർക്കാരിനോട്, ദേവസ്വം ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് അന്വേഷണം കൈമാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ